ശ്രീ നൌഷാദ് അലി, സ്വാഗതം. താങ്കൾ യാത്രയിലാണെന്ന് അറിയാം. ന്യൂസ് പ്ലസിൽ ചേർന്നതിന്, ന്യൂസ് മലയാളത്തോട് സഹകരിക്കുന്നതിന് നന്ദി. ആദ്യത്തെ ചോദ്യം വളരെ നേരിട്ടുള്ള ചോദ്യമാണ്. പ്രതിപക്ഷത്തിന് എല്ലാ അർത്ഥത്തിലും വഖഫ് ഭേദഗതി ബില്ലിനെ എതിർക്കാനായോ? അതെ, എന്തായിരുന്നു ഒന്നുകൂടി പറയൂ. പ്രതിപക്ഷത്തിന് എല്ലാ അർത്ഥത്തിലും വഖഫ് ഭേദഗതി ബില്ലിനെ എതിർക്കാനായോ? തീർച്ചയായിട്ടും 2014 ശേഷം ഇന്ത്യൻ പാർലമെന്റ് കണ്ട ഏറ്റവും വീര്യമേറിയ പ്രതിപക്ഷ പ്രകടനമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. 14 മണിക്കൂർ ചർച്ച, പുലർച്ചെ 1:55 വോട്ട് ചെയ്യുമ്പോൾ 500-ലധികം പ്രതിനിധികൾ ഹാജരായിരുന്ന 520ഓളം അംഗങ്ങൾ ഹാജരായിരുന്ന ഇടത്ത് 56 വോട്ടിന്റെ വ്യത്യാസത്തിന് മാത്രമാണ് ആ ബില്ല് പാസ്സായത്, ലോക്സഭയുടെ പടി കടന്നത്. തീർച്ചയായിട്ടും പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം, അതിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വലിയ ചാരിതാർത്ഥ്യം ജനാധിപത്യപരമായി പകർന്ന നിമിഷങ്ങൾ തന്നെയായിരുന്നു. അതിന് ഇതൊരു അത്ഭുതത്തിന് അവകാശമില്ലെങ്കിലും 2014 ശേഷമുള്ള ഇന്ത്യയെ സംബന്ധിച്ച് അറിയാവുന്ന നമ്മളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഇത് ജനാധിപത്യത്തിനൊരു ഉണർവ് പകർന്ന ഒരു നീക്കം തന്നെയായിരുന്നു. ആ അർത്ഥത്തിൽ പ്രതിപക്ഷം 100% ആ ബില്ലിനെ എതിർത്തുകൊണ്ട് പാർലമെന്റിനെ സക്രിയമാക്കി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു ബില്ലിൽ, ഇത്രയും പ്രധാനപ്പെട്ട ചർച്ച നടന്ന, പ്രതിപക്ഷ ശക്തി തെളിയിക്കപ്പെട്ട ഒരു ബില്ലിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ട് സംസാരിച്ചില്ല? ശ്രീ നൌഷാദ് അലി, നിങ്ങൾ നോക്കൂ, ഇന്ത്യ 2014 ശേഷം നിങ്ങൾ എടുത്തു നോക്കുക, അല്ലെങ്കിൽ 2019 ശേഷമുള്ള നമ്മുടെ പാർലമെന്റ് രീതികളിൽ എത്ര ബില്ലുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ബില്ലിലും പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ ആ നേതൃപദവിക്ക് അർഹനായ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയോ എത്ര തവണ സംസാരിച്ചിട്ടുണ്ട് എന്ന് നിങ്ങളൊന്ന് പരിശോധിക്കണം. രണ്ടാമതായിട്ട്, പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം രാവിലെ 8 മണി മുതൽ സഭയിൽ ഹാജരായി കോൺഗ്രസ് അംഗങ്ങളുടെ യോഗം വിളിച്ച് രാത്രി പുലരും വരെ ഫ്ലോർ മാനേജ്മെന്റിന് നേതൃത്വം നൽകിക്കൊണ്ട് ഇന്നലെ പ്രതിപക്ഷത്തിന്റെ നിരയെ ഏകോപിപ്പിച്ച നേതാവാണ് രാഹുൽ ഗാന്ധി. അത്തരം ചെറിയ ചോദ്യങ്ങളിലൂടെ, അതൊരു ചെറിയ ചോദ്യം എന്ന് വാദത്തിന് അംഗീകരിച്ചാൽ, ഫ്ലോർ മാനേജ്മെന്റ് രാഹുൽ ഗാന്ധി ഏറ്റെടുത്തു എന്നത് വാദത്തിന് ഞാൻ അംഗീകരിക്കുന്നു. അപ്പോഴും ചോദിക്കുന്നത്, രാഹുൽ ഗാന്ധിയുടെ എത്ര വിഖ്യാതമായ പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. നരേന്ദ്രമോദിയെ പോയി ആലിംഗനം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള പല പ്രസംഗങ്ങൾ പ്രതിപക്ഷ നേതാവുന്നതിന് മുമ്പ് അതിനുശേഷവും. എന്തുകൊണ്ട് ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധി സംസാരിച്ചില്ല? അതാണ് ചോദ്യം, ഡയറക്റ്റായ ചോദ്യമാണ്. അല്ല, ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധി സംസാരിക്കണമെന്ന് എന്തിനു നിങ്ങൾ ശഠിക്കുന്നു? രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം സംസാരിക്കണ്ടേ? അദ്ദേഹത്തിന്റെ ശബ്ദം കേൾക്കാനല്ലേ എല്ലാവരും കാത്തിരിക്കുന്നത്? അല്ല, രാഹുൽ ഗാന്ധി സംസാരിക്കണമെന്ന് നിങ്ങൾ വാശി പിടിക്കരുത്. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് 8ഓളം പ്രതിനിധികൾ സംസാരിച്ചു. 1.5 മണിക്കൂറോളം സമയമെടുത്തുകൊണ്ട് 8ഓളം പ്രതിനിധികൾ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. അതിൽ കോൺഗ്രസ് ഈ രാജ്യത്തിന്റെ ഒരു പരിച്ഛേദമാണ് ആ പ്രസംഗങ്ങളിലൂടെ പ്രകടമാക്കാൻ ശ്രമിച്ചത്. അതിൽ ഗൗരവ് ഗൊഗോയ് ഉണ്ട്, KC വേണുഗോപാലുണ്ട്, IB ഈഡനുണ്ട്. അത്തരത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, പഞ്ചാബിൽ നിന്നുള്ള സിംഗ് ഉണ്ട്. ഇത്തരത്തിൽ വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങളിലെ നേതാക്കന്മാരെ ഈ ബില്ലിനെതിരായിട്ട് അണിനിരത്തുകയാണ് കോൺഗ്രസിന്റെ ദൗത്യം. അതിനകത്ത് രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് പ്രസംഗിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ ഈ ബിരിയാണി നന്നാവുമ്പോ ഈ അച്ചാറിലേക്കും അതുപോലെ തന്നെ തൈരിലേക്കും സാലഡിലേക്കും ഒക്കെ തിരിയുന്ന ഈ പ്രവണത ശരിയല്ല. രാഹുൽ ഗാന്ധിയാണ് പ്രതിപക്ഷ നിരയുടെ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുത്തത്. പിന്നെ അദ്ദേഹം സംസാരിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്നത് ആപേക്ഷികമായ കാര്യങ്ങളാണ്. ശരി, പ്രിയങ്ക ഗാന്ധി എവിടെയായിരുന്നു? പ്രിയങ്ക ഗാന്ധി എവിടെയായിരുന്നു? പ്രിയങ്ക ഗാന്ധി എവിടെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള വിശദീകരണം നമ്മുടെ മുന്നിൽ ഇപ്പോൾ ലഭ്യമാണല്ലോ. അവരുടെ അടുത്ത ബന്ധുവിന്റെ ചികിത്സാർത്ഥം വിദേശത്തായിരുന്നു. ആ വിശദീകരണം ഔദ്യോഗികമായിട്ട് നിങ്ങൾക്ക് ലഭിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ആ ചോദ്യത്തിൽ എന്താ പ്രസക്തി? പക്ഷേ നൌഷാദ് അലി, ഇവിടെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? കോൺഗ്രസിന്റെ സമുന്നതരായ 2 നേതാക്കൾ, ഗാന്ധി നെഹ്റു കുടുംബത്തിലെ 2 നേതാക്കൾ, അവർ 2 പേരും ഇത്രയും പ്രധാനപ്പെട്ട രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ ആകെ ബാധിക്കുന്ന മുസ്ലിം സമൂഹത്തെ ഒറ്റപ്പെടുത്തുന്നു എന്ന് കോൺഗ്രസ് ഉൾപ്പെടെ ആരോപിക്കുന്ന ഒരു ബില്ലിന്റെ സമയത്ത് സഭയിൽ ഒരാൾ സംസാരിക്കുന്നില്ല, ഒരാൾ സഭയിലില്ല. അതിലൊരു പ്രശ്നമില്ലേ? അല്ല, ഇവിടെ ഞാനൊരു ചോദ്യം നിങ്ങളോട് അങ്ങോട്ട് ചോദിക്കുകയാണ്. പാർലമെന്റിൽ ബില്ല് അവതരിപ്പിക്കുന്ന വേളയിൽ നരേന്ദ്രമോദി സഭയിൽ ഇല്ലായിരുന്നു.
നരേന്ദ്രമോദി സഭയിൽ ഇല്ലാത്തത് ഈ ബില്ലിനെതിരായിരുന്നു അദ്ദേഹം എന്നുള്ളതിന്റെ തെളിവായിട്ട് നിങ്ങൾ ബില്ലിനെതിരാണെന്ന് ഞാൻ എടുക്കുന്നുണ്ടെങ്കിൽ- പറഞ്ഞിട്ടില്ല. സഭയിൽ ഉണ്ടാകേണ്ടതല്ലേ എന്ന് ഞാൻ ചോദിച്ചത്. അല്ല, നരേന്ദ്രമോദി ചെയ്യുന്നത് പോലെ തന്നെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി ചെയ്താൽ മതി എന്നാണോ? സഭയിൽ ഉള്ളതും ഇല്ലാത്തതൊക്കെ ആളുകളുടെ വ്യക്തിഗതമായ എമർജൻസികളെ കൂടി ആശ്രയിച്ച് നിൽക്കുന്ന കാര്യമാണ്. മോഡി സഭയിൽ ഇല്ലാത്തത് ഈ ബില്ലിനോടുള്ള ത്രീ ലൈൻ വിപ്പ് എതിർപ്പാണ് എന്ന് ഉണ്ടായിരുന്നു നിങ്ങൾ കോൺഗ്രസിന്. വിശ്വസിക്കുന്നെങ്കിൽ- ത്രീ ലൈൻ വിപ്പ് ഏ? വിപ്പുണ്ടായിരുന്നു. 3 ലൈൻ വിപ്പുണ്ടായിരുന്നു. കോൺഗ്രസ് കൃത്യമായി നൽകിയിരുന്നു. അല്ല, വിപ്പുണ്ടായിരുന്നത് സഭയിൽ ആ ബില്ലിനെതിരായിട്ട് വോട്ട് ചെയ്യാനുള്ള വിപ്പാണ് ഉണ്ടായിരുന്നത്. പക്ഷെ വിപ്പിനേക്കാൾ ഉപരി ആളുകൾക്ക് വ്യക്തിഗതമായി എമർജൻസി ഉണ്ടാവും. ഒരാൾ സിക്കായാൽ എന്ത് ചെയ്യും? ഒരാൾക്ക് അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള പല സാഹചര്യങ്ങളും മനുഷ്യർ എന്ന നിലയ്ക്ക് വരാം. അത്തരം സാഹചര്യങ്ങളിൽ അതിനനുസരിച്ചല്ലേ നമുക്കിത് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അത് പ്രിയങ്ക ഗാന്ധിയുടെ കാര്യത്തിൽ ആ കാര്യം അംഗീകരിച്ചാൽ പോലും ഗാന്ധി നെഹ്റു കുടുംബത്തിലെ ഒരാൾ പോലും ഇക്കാര്യത്തിൽ സംസാരിച്ചിട്ടില്ല. ഇന്നിപ്പോൾ സോണിയാഗാന്ധി രാജ്യസഭയിൽ സംസാരിച്ചിട്ടില്ല. അവർ സംസാരിക്കേണ്ടതല്ലേ? അല്ല, നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള പിന്നെ എന്താ പറയാ, ഒരു സദ്യയിലെ പപ്പടത്തിന് വലിപ്പം കൂടുന്നുണ്ടോ, അല്ലെങ്കിൽ പായസത്തിന് രുചി അധികമുണ്ടോ, മധുരം കൂടുന്നുണ്ടോ എന്നൊക്കെയുള്ള തരത്തിലൊക്കെ ചിന്തിക്കുമ്പോൾ ദോഷൈക ദൃക്കുകളാകുമ്പോൾ ക്ഷീരമുള്ള ഒരു അകടിന് ചുവട്ടിലും ചോര തന്നെ കൗതുകത്തോടെ തെരയുമ്പോൾ അതിനൊന്നും നമുക്ക് കൂടുതൽ പിന്നെ വിശദീകരണങ്ങളില്ല. രാഹുൽ ഗാന്ധി എന്തിന് അങ്ങനെ പോയി, രാഹുൽ ഗാന്ധി ഈ ഡ്രസ് എന്തിന് ധരിച്ചു, അദ്ദേഹം പ്രസംഗിച്ചോ, പ്രിയങ്ക ഗാന്ധി അല്ല, ഇത് വസ്ത്രം ധരിക്കുന്നതിന്റെയോ അല്ലെങ്കിൽ ബിരിയാണി കഴിക്കുന്നതിന്റെയോ പ്രശ്നമല്ല. ഈ രാജ്യത്തെ മുസ്ലിം സമൂഹത്തെ അന്യവൽക്കരിക്കുന്നു എന്ന് ആരോപിക്കപ്പെടുന്ന ഒരു ബില്ലിൽ അതിൽ ശക്തമായ രീതിയിൽ രാഹുൽ ഗാന്ധി സംസാരിക്കുന്നതും KC വേണുഗോപാൽ സംസാരിക്കുന്നതും ഒരേ അളവിലാണ് ഇന്ത്യയിൽ എമ്പാടും എത്തുക എന്ന് ഞാൻ കരുതുന്നില്ല വ്യക്തിപരമായി. കാരണം രാഹുൽ ഗാന്ധി സംസാരിക്കുമ്പോൾ അതിൻ്റെതായ പ്രാധാന്യം ഉണ്ടാകുമല്ലോ. KC വേണുഗോപാലിനെ ഒട്ടും കുറച്ച് കാണിക്കുന്നില്ല, അല്ലെങ്കിൽ ഗൗരവ് ഗൊഗോയിനെ കുറച്ച് കാണിക്കുന്നില്ല. താങ്കൾക്കും അറിയാവുന്നതാണല്ലോ എത്രത്തോളം ആളുകളിലേക്ക് രാഹുൽ ഗാന്ധി സംസാരിക്കുമ്പോൾ ആ വിഷയം എത്തും എന്നുള്ളതിന്റെ ആഴം താങ്കൾക്ക് അറിയാവുന്നതല്ലേ? അല്ല, ഞാൻ ഈ ആഴം അറിയുമ്പോൾ നിങ്ങളോടൊരു കാര്യം ചോദിക്കുന്നത്, കോൺഗ്രസ് പാർട്ടി ഇത്രക്ക് ധീരവും ശക്തവുമായ ഒരു നിലപാട് സമീപകാല രാഷ്ട്രീയത്തിൽ എടുത്തിട്ടില്ല. ആ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടിന് ആളുകളുടെ കയ്യടി കിട്ടുമ്പോൾ അതിന്റെ അളവ് കുറക്കാൻ വേണ്ടിയുള്ള കമ്മ്യൂണിസ്റ്റ് ഗൂഢാലോചനകളാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എന്നതിനപ്പുറത്ത് ഇതിന് യാതൊരു പ്രസക്തിയുമില്ല. കാരണം മതേതര വോട്ടുകൾ കേരളത്തിൽ ലഭിക്കുന്ന അളവ് കോൺഗ്രസിന് കൂടുമോ എന്ന ഭയമുള്ള ആളുകൾ ഇത്തരത്തിലുള്ള നരേറ്റീവുകൾ ഉണ്ടാക്കുന്നു. അതിനെയൊക്കെ ഗൗരവത്തോടെ എടുക്കുക സാധ്യമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒറ്റ കാര്യം കൂടി ശ്രീ നൗഷാദ് അലി, കത്തോലിക്ക സഭയെ പൂർണ്ണാർത്ഥത്തിൽ വിശ്വാസത്തിലെടുക്കാൻ കോൺഗ്രസിന് സാധിച്ചിരുന്നു ഈ വിഷയത്തിൽ? കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം അവർ മുനമ്പം എന്ന വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള അവരുടെ ചില സന്ദേഹങ്ങളാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. ആ സന്ദേഹങ്ങളെ കോൺഗ്രസ് വളരെ കൃത്യമായിട്ട് അഭിസംബോധന ചെയ്തിട്ടുണ്ട്. ആ സന്ദേഹങ്ങളെ വളരെ കൃത്യമായിട്ട് ഏറ്റെടുത്ത് അവരുടെ വിഷമസന്ധിക്ക് പരിഹാരം കാണാനുള്ള നടപടികളെ കുറിച്ച് കോൺഗ്രസ് അവരോട് സംസാരിച്ചിട്ടുണ്ട്, ആലോചിച്ചിട്ടുണ്ട്, പദ്ധതികളുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ കേരളത്തിൽ ഞങ്ങൾ ഭരണത്തിലില്ല, കേന്ദ്രത്തിലില്ല. അതുകൊണ്ട് നടപടികളോട് സഹകരിക്കാൻ മാത്രമേ കോൺഗ്രസിന് കഴിയുകയുള്ളൂ. കത്തോലിക്ക സഭ അത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഓക്കെ, വളരെ നന്ദി ശ്രീ നൗഷാദ് അലി.